മാനേജ്മെൻറ്റിലുള്ള ഓപ്പറേറ്റിംഗ് ലീവറേജുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. രമേഷ്, ഉമേഷ് രണ്ട് കമ്പനികളാണ്. നമ്മൾ പറഞ്ഞ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഇവരുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാം. അതേപോലെ സ്റ്റേറ്റ് വിച്ച് കമ്പനി എൻജോയ് ഹയർ ലിവറേജ്, ഏതൊരു കമ്പനിക്കാണ് കൂടുതൽ ലിവറേജ് ഉള്ളത്? നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ കുറവും ഫിക്സഡ് കോസ്റ്റ് കൂടുതലുള്ള കമ്പനിക്കായിരിക്കും ലിവറേജ് കൂടുതൽ. വിച്ച് കമ്പനി അവർ ലോവർ റിസ്ക്, ആർക്കാണ് റിസ്ക് കുറവുള്ളത്? ആർക്കാണോ ലിവറേജ് കുറവുള്ളത് അവർക്കായിരിക്കും ലോവർ റിസ്ക്. ലിവറേജ് കുറയാന്ന് പറഞ്ഞാൽ അവർക്ക് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഭാരമില്ല എന്നർത്ഥം. ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാൻ ആദ്യം വേണ്ടത്. എന്നിട്ട് ആർക്കാണോ കുറഞ്ഞ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ളത് അയാൾക്കാണ് റിസ്ക് കുറവ്. ആർക്കാണോ കൂടുതൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ളത് അവർക്കാണ് കൂടുതൽ ലിവറേജ് എൻജോയ് ചെയ്യുന്നതെന്ന് പറയാം. എന്തായാലും വളരെ സിമ്പിളാണ്. സെയിൽസ് വന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ. പിന്നെ ഫിക്സഡ് കോസ്റ്റ് വന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് നിന്ന് വേരിയബിൾ കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് ഇബിറ്റും കിട്ടും. അതിന് മുമ്പ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കണം. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ബൈ ഇബിറ്റ് ആണല്ലോ. ഓക്കെ. നമുക്കിവിടെ ഓരോ കമ്പനീൻ്റെ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തത് രമേഷ് കമ്പനീൻ്റെ സെയിൽസ് 10 ലക്ഷവും വേരിയബിൾ കോസ്റ്റ് 40%, ഫിക്സഡ് കോസ്റ്റ് 2,50,000. ഈ വാല്യൂസ് മറക്കാതിരിക്കുക. 10, 40%, 2.5 ലക്ഷം. ഓക്കെ. ഇനി നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം കോൺട്രിബ്യൂഷൻ കാണാം. കോൺട്രിബ്യൂഷൻ കാണുമ്പോൾ എത്രയായിരുന്നു? 10 ലക്ഷം ആണ് അവരുടെ സെയിൽസ്. ഓക്കെ. അവരുടെ വേരിയബിൾ കോസ്റ്റ് 40%. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചതല്ലേ കോൺട്രിബ്യൂഷൻ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ കോൺട്രിബ്യൂഷൻ? അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുനോക്കാം. 10 ലക്ഷത്തിൽ നിന്ന് 40% കുറച്ചാൽ ബാക്കി 60% ഉണ്ടാവുക. 10 ലക്ഷത്തിൻ്റെ 60% എത്ര? വളരെ സിമ്പിളല്ലേ, 6 ലാക്ക് അല്ലേ? 6, ഞാൻ ലാക്കിന് എൽ എന്ന് ഇടുന്നുള്ളൂ, 0 ഇടാൻ പോകുന്നില്ല. 6 ലാക്ക് ബൈ ഇബിറ്റ്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്. എങ്ങനെ കാണാം? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. നമ്മളെ ഫിക്സഡ് കോസ്റ്റ് എത്ര? 2.5 ലക്ഷമല്ലേ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്? 6 2.5 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാകും? 3.5 ലക്ഷമല്ലേ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇബിറ്റ് 3.5 ലാക്ക്. 6 ലാക്ക് ബൈ 3.5 ലാക്ക് എത്രയെന്ന് കാൽക്കുലേറ്ററിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഞാനത് ചെയ്യുന്ന ഇവിടെ കാണിക്കുന്നില്ല, എൻ്റെ ആവശ്യമില്ലല്ലോ. 6നെ 3.5 കൊണ്ട് ഹരിച്ചാൽ 1.7 അല്ലേ? അപ്പോൾ 1.7 കിട്ടും അല്ലേ? 1.714 അങ്ങനെ പോകും. 1.7 എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ കമ്പനീൻ്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, രമേഷ് കമ്പനീൻ്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ് 1.7 ആണ്. ഇനി നമുക്ക് ഉമേഷ് കമ്പനീൻ്റെ നോക്കാം. ഉമേഷ് കമ്പനീൻ്റെ വാല്യൂസ് നോക്കുക. 10 ലക്ഷമാണ് സെയിൽസ്, വേരിയബിൾ കോസ്റ്റ് 50%, ഫിക്സഡ് കോസ്റ്റ് 2 ലാക്ക്. 10, 50, 2 എന്ന് ഓർത്ത് വെക്കുക. നമ്മൾ നോക്കുക, സെയിൽസ് രണ്ടാമത് സെയിം ആണല്ലേ, 10 ലക്ഷം തന്നെയാണ് അല്ലേ? അപ്പോൾ 10 ലക്ഷമാണ് സെയിൽസ് മൈനസ് 50% വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ 50%, 5 ലക്ഷം കുറച്ചാൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? വളരെ സിമ്പിൾ, 5 ലാക്ക് അല്ലേ? 5 ലാക്ക്. ഓക്കെ. ഇനി ഇബിറ്റ് കാണാൻ ഈ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ? ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടെത്ര? 2 ലാക്ക് അല്ലേ? 2 ലാക്ക്. 5 ലാക്കിൽ നിന്ന് 2 ലാക്ക് കുറച്ച് കഴിഞ്ഞാൽ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, 3 ലാക്ക്. 5/3 എത്ര? പിന്നെ 5ൽ ഒരു 3, ബാക്കി 2. 20ൽ എത്ര 3? 6 3 18 അല്ലേ? 6 3 18, 1.66 എന്ന് കിട്ടും. നേരത്തെ കമ്പനിക്ക് നമുക്ക് 1.71 ആയിരുന്നു കിട്ടിയത്, ഇവിടെ 1.666. ഏറ്റവും കൂടുതൽ ലീവറേജ് ഉള്ളത് ഒന്നാമത്തെ കമ്പനിക്കാണ്. കുറഞ്ഞ ലീവറേജ്, ദാറ്റ് മീൻസ് റിസ്ക് കുറവുള്ളത് രണ്ടാമത്തെ കമ്പനിക്കാണ്. വളരെ സിമ്പിളല്ലേ ക്വസ്റ്റ്യൻസൊക്കെ? ലീവറേജിൻ്റെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ബൈ ഇബിറ്റ്. എന്താണ് കോൺട്രിബ്യൂഷൻ, എന്താണ് ഇബിറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലീവറേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.